മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന പ്രകാശം ചൊരിയുന്ന ദർശനം പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ നാടാണ് കേരളം. മറ്റേതെല്ലാം കുറവുകൾ ചൂണ്ടിക്കാണിച്ചാലും കേരളത്തിൻ്റെ മതേതര മനസ്സ് ഇന്ത്യൻ മഹാരാജ്യത്ത് പ്രകാശഗോപുരമായി ഉയർന്നു തന്നെ നിൽക്കും. അങ്ങനെ ഒരു നാടിനെ വർഗീയവാദികളുടെ നാടായി ചിത്രീകരിക്കാനുള്ള വിഷമനസ്സിൻ്റെ ഉൽപ്പന്നമാണ് ദ കേരള സ്റ്റോറി 2. ഈ നാടിനെ അറിയുന്നവരാരും അത് വിശ്വസിക്കില്ല. പക്ഷേ നേരറിയാത്ത ചിലരെങ്കിലും ഈ വിഷപ്രചാരണങ്ങളിൽ വീണുപോകാം. ദ കേരള സ്റ്റോറി 2വിനെതിരായ നിയമ നടപടികളിൽ താൽക്കാലിക വിജയം ഇന്നുണ്ടായി. സിനിമയുടെ നാളത്തെ റിലീസ് തടഞ്ഞ കേരള ഹൈക്കോടതി 15 ദിവസത്തേക്ക് പ്രദർശനാനുമതി സ്റ്റേ ചെയ്തു. ഈ സിനിമ പ്രഥമ ദൃഷ്ട്യാ തന്നെ മതസൗഹാർദ്ദത്തിന് ഭീഷണിയാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. സെൻസർ ബോർഡിൻ്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഒരു ജനതയാകെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന ദ കേരള സ്റ്റോറി 2 ഈ കേരളം വർഗീയവാദികളുടെയും തീവ്രവാദത്തിൻ്റെയും മതപരിവർത്തനത്തിൻ്റെയും നാടാണെന്ന പ്രചാരണം നടത്താനാണ് ഈ സിനിമയിലൂടെ ശ്രമിക്കുന്നതെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യമാണ് സിനിമയിലൂടെ പറഞ്ഞതെന്നായിരുന്നു സംവിധായകൻ കാമാഖ്യ നാരായൺ സിംഗിൻ്റെ അവകാശവാദം. അങ്ങനെയെങ്കിൽ അതിനു നൽകേണ്ട പേര് ദ കേരള സ്റ്റോറി എന്നായിരുന്നില്ല. എന്തായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിൽ അന്തിമ തീരുമാനം കോടതിയിൽ നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. കേരളത്തെ വർഗീയ തീവ്രവാദികളുടെ നാടായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തെ ചെറുക്കണ്ടേ? ഇപ്പോഴെങ്കിലും കോടതി ഈ വിഷയം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ?